ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന SSC CGL 2024 പരീക്ഷേൻ്റെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് കൊടുക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. വെറുതെ പോയി മണ്ടത്തരം കാണിച്ച് അശ്രദ്ധ കാണിച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന നല്ലൊരു പോസ്റ്റ് കളഞ്ഞ് പോകരുത്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. അതിനർത്ഥം പോയി ടെൻഷൻ അടിച്ച് എല്ലാം കൂടെ കൊളാക്കണം എന്നല്ല, സിമ്പിളായിട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ CHSLൻ്റെ പോസ്റ്റ് പ്രിഫറൻസ് ഫോം വന്നത്. അത് എല്ലാവരും ഫില്ല് ചെയ്തു. 1 വീക്ക് കൊണ്ട് റിസൾട്ട് വന്നു. അപ്പോൾ SSC ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു 27-ാം തീയതി വരെ ഫില്ല് ചെയ്യാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞാൽ മാക്സിമം ഒരു മാർച്ച് 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ 10-20 ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും ഓഫീസർമാരാകാൻ പോകേണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണം, ഏത് പോസ്റ്റ് കിട്ടണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണ്. വളരെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പല ആൾക്കാർക്കുള്ള സംശയം, ഒരു ചെറിയ 2-3 ഡൗട്ട് മാത്രമേ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുള്ളൂ. പല ആൾക്കും സംശയം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതായത് നമ്മൾ മുകളിലുള്ള പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ താഴെയുള്ള പോസ്റ്റ് ഒന്നും കിട്ടൂലേ എന്നാണ് ചില ആൾക്കാരുടെ സംശയം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ശേഷം സിംഗിൾ വിൻഡോ വഴി +2 കയറിയില്ല. അതുപോലെ തന്നെയാണ് പരിപാടി. അതായത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നു, നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു, അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ പ്രിഫറൻസ് നോക്കും. രണ്ടാമത്തെ പ്രിഫറൻസിന് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ മൂന്നാമത്തെ നോക്കും. ഇങ്ങനെയുള്ളൂ കേട്ടോ. അതായത് SSC എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് റാങ്കിൽ ആളെ നോക്കും, അയാൾക്ക് പ്രിഫറൻസ് ഏതാണെന്ന് നോക്കും, അയാളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള അയാളുടെ ആ ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ആണ് അയാൾ കൊടുത്തത്, അതിന് ജനറൽ വേക്കൻസി ഉണ്ടോ നോക്കും. ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് കൊടുക്കും. ഇനി ജനറൽ വേക്കൻസി ഇല്ലെങ്കിൽ അയാളുടെ കാറ്റഗറി നോക്കും. കാറ്റഗറി OBC ആണെങ്കിൽ OBC വേക്കൻസി ഉണ്ടോ നോക്കും, അത് കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ റാങ്ക് നോക്കും, മൂന്നാമത്തെ റാങ്ക് നോക്കും. അത് നിങ്ങളുടെ സമയം എത്തുമ്പോൾ നോക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഏതാ. ഇപ്പോൾ ഇൻകം ടാക്സ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോഴേക്കും ഇൻകം ടാക്സിൻ്റെ വേക്കൻസി എല്ലാം ബാക്കിയുള്ളവരെടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. അതിൻ്റെ രണ്ടാമത്തെ എടുക്കും. അങ്ങനെയാണ് പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് ഏതാണ് അത് മുകളിൽ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ കൂടുതൽ വേക്കൻസിയിൽ ഒരു പോസ്റ്റ് എടുത്ത് മുകളിൽ കൊടുത്താലുള്ള പ്രശ്നം, അത് ലെവൽ താഴെയുള്ള, ഇപ്പോൾ ലെവൽ 5, ലെവൽ 4 പോലത്തെ പോസ്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റും ഇവിടെ കൂട്ടില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസ് അനുസരിച്ച് കൊടുത്താൽ മതി. അല്ലാതെ കൂടുതൽ വേക്കൻസി ഉള്ളത് പോയി മുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഇൻ കേസ് ഉദാഹരണത്തിന് ഒരു GST പോലത്തെ ഒരു പോസ്റ്റ് നമ്മൾ കൊടുത്തു, അത് നമുക്ക് കിട്ടി, നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുമെന്നുള്ളത്, അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് കമ്പ്യൂട്ടർ പ്രൊഫഷൻ, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള മാർക്ക് കാര്യങ്ങൾ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടില്ല. അതൊക്കെ SSCൻ്റെ കയ്യിലാണ് കേട്ടോ. അത് നിങ്ങൾ GST കൊടുത്തു, GSTക്ക് വേണ്ട ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ആ മാർക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊന്നും നോക്കേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഏതൊക്കെ പോസ്റ്റിന് ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എലിജിബിൾ ആണെന്നുള്ള കാര്യം SSC നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ GST ഇൻസ്പെക്ടറിന് എന്ത് പറ്റില്ല, കളർ ബ്ലൈൻഡ്നെസ് പറ്റില്ല. അപ്പോൾ നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ്സിൽ ഒരാളാണ്, നിങ്ങൾ GST ഇൻസ്പെക്ടർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ SSC നിങ്ങളുടെ മെഡിക്കലൊന്നും വെരിഫൈ ചെയ്യില്ല. SSC അല്ല, പകരം ആരാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് വെരിഫൈ ചെയ്യുക. നാളെ നിങ്ങൾക്ക് GST ഇൻസ്പെക്ടർ കിട്ടി, നിങ്ങൾ GST മെഡിക്കലിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഔട്ടാവും കേട്ടോ. ആ ഒരു പ്രശ്നമുണ്ട്. ചില ആൾക്കാരൊക്കെ കുഴപ്പമില്ല കയറി പോകുന്നുണ്ടെന്ന് കണ്ടു, പക്ഷേ നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഔട്ടാവും. പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പരീക്ഷ എഴുതി കയറാനേ പറ്റുള്ളൂ. അല്ലാതെ GST കിട്ടിയില്ലെങ്കിൽ വേണ്ട, അതിൻ്റെ താഴെയുള്ള ഒരു പോസ്റ്റ് കയറിക്കോളാം പറയാൻ പറ്റില്ല. കാരണം SSC വൺസ് ഒരു പോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഫൈനലാണ്. പിന്നെ നമ്മളതിന് എലിജിബിൾ അല്ലെങ്കിൽ അത് ഔട്ടാവും കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് SSC CGL നോട്ടിഫിക്കേഷൻ്റെ 70-ാമത്തെ പേജ് മുതൽ നിങ്ങൾ നോക്കുക. 70-ാമത്തെ പേജ് മുതൽ കൃത്യമായിട്ട് ഓരോ പോസ്റ്റിനും ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറ്റുന്നതെന്നുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ വേറൊന്ന്, നിങ്ങൾ Tier 2 എക്സാം എഴുതി ഇതുപോലെ നിങ്ങളൊരു ഗ്രൂപ്പ് അന്വേഷണം നടക്കുന്ന ഒരാളാണെങ്കിൽ, ഓൾറെഡി നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, SSC മലയാളിൻ്റെ അല്ല, Tier 1 ക്ലിയർ ചെയ്ത കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു 600ഓളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് കേട്ടോ. അതിൽ ഈ സ്റ്റേറ്റ് വൈസ് വേക്കൻസീസും കാര്യങ്ങളും അതിൻ്റെ ലിസ്റ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതിൽ നമ്മളൊരു ഗൂഗിൾ ഷീറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഷീറ്റിൽ ഓരോ ടോപ്പിൽ റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏത് പോസ്റ്റാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളത് അവർ അതിൽ ഫില്ല് ചെയ്യും. ചില ആളുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവും. ഇനി നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ മാക്സിമം ഒരു 10-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പേരോ കാര്യങ്ങളൊക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ SSC മലയാളിയോ SSC മലയാളിയുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ SSC മലയാളിയുടെ ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിക്കുക, നമ്മളൊന്ന് അറിയിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മുടെ ടെലഗ്രാം ചാനലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഫ്രീ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ അറിയാൻ കഴിയും. നമുക്ക് ഓഫ്ലൈനിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുന്നതായതുകൊണ്ട് അവരെ നമുക്കറിയാം. ഓഫ്ലൈൻ ഇല്ലാത്ത കുട്ടികൾ നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് അവർ എങ്ങനെയാണ്. പക്ഷേ കുറേ കുട്ടികൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറേ 320 മാർക്കുണ്ട്, 330 ഉണ്ട്, 340 മാർക്കുണ്ട് എന്നൊക്കെ നമ്മളെ മെസ്സേജ് അയച്ച് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വിളിച്ചൊന്ന് അറിയിക്കുക കേട്ടോ. കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ CHL ക്ലിയർ ചെയ്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. കാരണം വേക്കൻസി കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, വേക്കൻസിയിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. എത്രയാണ്? 18,174 വേക്കൻസിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്ന് തന്നെ പോയിട്ട് ആരും ധൃതി പിടിച്ചിട്ട് ഫില്ല് ചെയ്യാൻ നിൽക്കണ്ട. 27-ാം തീയതി വരെ സമയമുണ്ട്. എന്നാൽ 27-ാം തീയതിയിലേക്കും നിൽക്കണ്ട കേട്ടോ. കാരണം ഇവിടെ ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. നോക്കിയേ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ B34 എന്ന് പറഞ്ഞിട്ട് 2 പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ പോസ്റ്റും ഉണ്ട്, പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൻ്റെ ഒരു പോസ്റ്റ്. രണ്ടിനും പോസ്റ്റ് കോഡ് കൊടുത്തുള്ളത് B34 ആണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് SSC റെക്ടിഫൈ ചെയ്യും. അപ്പോൾ പരമാവധി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് ഫില്ല് ചെയ്യുക. ഇന്ന് തന്നെ പോയിട്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത് വെച്ചാൽ സാറേ ഈ പോസ്റ്റ് നല്ലതാണോ ആ പോസ്റ്റ് നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറെന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ആണ് പ്രിഫറൻസ് അല്ലേ. കാരണം ചില ആളുകൾക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ പോസ്റ്റ് എടുക്കുക. ചില ആളുകൾക്ക് പുറത്ത് പോയാലും കുഴപ്പമില്ല, നല്ല പ്രൊമോഷൻ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടായാൽ മതി, അപ്പോൾ അങ്ങനത്തെ പോസ്റ്റുകൾ എടുക്കുക. ചില ആളുകൾക്ക് ME പോലത്തെ പോസ്റ്റുകൾ എടുക്കാനായിരിക്കും താല്പര്യം അല്ലേ. കാരണം അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അറിയാം നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഒന്നുകിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ME പോലത്തെ പോസ്റ്റുകൾ കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്, അല്ലാതെ ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു വീഡിയോയിൽ കണ്ടു, ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ CBI എടുക്കരുത്, CBI ഭയങ്കര പ്രശ്നമാണ്, CBI ഭയങ്കര മറ്റേതാ മറിച്ച്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ താല്പര്യമുള്ള ഒരാളാണ്, ഒരു പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, നിങ്ങൾക്ക് നല്ല പറ്റിയ പോസ്റ്റാണ് CBI. അതിൻ്റെ അർത്ഥം CBI ചാടിക്കയറി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ പോലീസ് ഫോഴ്സ് ഒന്നും വേണ്ട, അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പോസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ CBI എടുക്കരുത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അല്ലാതെ വേറൊരാളുടെ ചോയ്സ് നിങ്ങളുടെ ചോയ്സായി മാറരുത് കേട്ടോ. നിങ്ങൾ അവരോടൊക്കെ അഭിപ്രായം ചോദിക്കാൻ നല്ലതാണ്. അപ്പോൾ അവരുടെ അഭിപ്രായം എടുക്കുക, ലാസ്റ്റ് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിന് പോയിട്ട് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം നിങ്ങൾ ഏത് രീതി, ഓരോ മനുഷ്യന്മാർ ഡിഫറൻ്റ് ആണ്. ഓരോരുത്തരുടെ ചിന്താരീതി മാറും, ഓരോരുത്തരുടെ എല്ലാം മാറ്റമുണ്ട്. കാരണം ഇതിനാണ് മനുഷ്യന്മാർ, അല്ലെങ്കിൽ റോബോട്ടുകൾ ഉണ്ടാക്കി മതി അല്ലേ. അപ്പോൾ പല ഡിഫറെൻറ്റ് ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് അത് നിങ്ങൾ ടോപ്പിൽ കൊടുക്കുക. പിന്നെ കൊടുക്കുമ്പോൾ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹമുള്ള പോസ്റ്റ് അത് മുകളിൽ കൊടുക്കുക. പിന്നെ അതിന് താഴെയായിട്ട് കൊടുത്താൽ മതി. അല്ലാതെ വേക്കൻസി കൂടുതലുള്ളത് ഈ പോസ്റ്റാണ് അതുകൊണ്ട് അത് മേലെ കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ടോപ്പിൽ നമ്മളതിൽ ടോട്ടൽ കേരള റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എത്ര വേക്കൻസി കേരളത്തിൽ ഇന്ന പോസ്റ്റിനുണ്ട്, എത്ര പേരെൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എത്ര വേക്കൻസി തീരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. എല്ലാം കൃത്യമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ എന്നാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഇതെല്ലാം സഹായിക്കും കേട്ടോ. അപ്പോൾ നോക്കി കണ്ടൊക്കെ ഫില്ല് ചെയ്യുക. 27-ാം തീയതി വരെ സമയമുണ്ട്. ഇന്ന് അവിടെ വെയിറ്റ് ചെയ്യുക. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്താൽ മതി. എല്ലാവരും ചാടി കയറി തന്നെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവിടെ നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഓൾറെഡി ഇതിനെക്കുറിച്ച് നല്ല റിസർച്ചൊക്കെ നടത്തി കുട്ടികളൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. വേറെ ആളുടെ ചോദിച്ചിട്ട് അവരുടെ പ്രിഫറൻസിൽ നിങ്ങൾ വീണ് പോകണ്ട. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.